നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇതൊക്കെ തന്നെ റേഡിയോയിൽ ഒരു കാലത്ത് ഉയർന്നു കേട്ടതാണ്. നിങ്ങൾക്കറിയുന്ന പോലെ പ്രശസ്ത റേഡിയോ പ്രക്ഷേപകൻ എം രാമചന്ദ്രൻ ഇന്ന് കാലത്ത് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നാളെ 11 മണിക്ക് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. അസംഖ്യം റേഡിയോ ശ്രോതാക്കൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. സലീം മാലിക് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പൂജപ്പുരയിലുള്ള വസതിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ സലീം മാലിക്, ചടങ്ങുകൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ? SKN കേരളത്തിലെ മലയാളത്തിലെ റേഡിയോ ആസ്വാദകർക്ക് വല്ലാത്ത ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു വിയോഗമാണ് എം രാമചന്ദ്രൻ്റേത്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഈ ആശുപത്രിവാസമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തെ SK ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. അതിനുശേഷം ഇവിടേക്ക് ഈ മുടവൻമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ നാളത്തെ മറ്റ് പരിപാടികൾ, സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മകൻ വിദേശത്താണ്. മകൻ വന്നതിന് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഇപ്പോൾ തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനമാണ്. നാളെ രാവിലെ 10 മണി വരെ ഇവിടെ ആ പൊതുദർശനം തുടരും. അതിനുശേഷം ഇവിടെ നിന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം തൈക്കാട് ശാന്തി കവാടത്തിൽ എത്തിച്ചായിരിക്കും സംസ്കാരം എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആ ചടങ്ങുകളൊക്കെ നാളത്തെ ചടങ്ങുകളെല്ലാം തീരുമാനമായി. ഇവിടുന്ന് ഒരു 10:30 കൊണ്ടുപോകും. 11 മണിക്ക് പ്രസ് ക്ലബിൽ പൊതുദർശനം കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് ശാന്തി കവാടത്ത്. മകൻ എപ്പോഴേക്ക് നാളെ രാവിലത്തേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റിയത്. അതെ. SKN നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് തുടങ്ങുന്ന തുടക്കം, ആകാശവാണിയിലെ തുടക്കം, അതല്ലാതെ അതേ പേരിൽ തന്നെ എഴുതിയ പുസ്തകം എഴുത്ത്, ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ 24-മായും വലിയ ബന്ധമുണ്ടായിരുന്ന 2 പരിപാടികൾ, കൗതുക വാർത്തകളും ഒപ്പം തന്നെ ഈ കൗതുക വാർത്തകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ 24-ൽ ചേർന്നുകൊണ്ട് അദ്ദേഹം അതിന്റെ ഭാഗവാക്കായി. അങ്ങനെ 24-നൊപ്പം ഒപ്പം തന്നെ ആകാശവാണി പ്രേക്ഷകർക്കൊക്കെ വല്ലാത്ത അടുപ്പമുള്ള, വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന ആളാണ് എം രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 സംഭവിച്ചത്. സലീം മാലിക്കാണ് രാമേന്ദ്രൻ ചേട്ടൻ്റെ പൂജപ്പുരയുള്ള വസതിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്. നാളെ രാവിലെ 11 മണിക്ക് ശാന്തി കവാടത്തിൽ ആ ജീവിതം ഇല്ലാതെയാകും.